ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്ന സംഭവം ഏറെ വിവാദമായ ഒന്നായിരുന്നു. അത് നേരത്തെ പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്നത് എന്നാണ് പുറത്തുവന്ന വിവരം. ഒരു കാരണവുമില്ലാതെ അവർ ചിത്രങ്ങളടക്കം പകർത്തിയ സാഹചര്യം ഗൗരവതരമായ പല ചോദ്യങ്ങളും ഉയർത്തിയിരുന്നു. പക്ഷേ ഇതിൽ കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് ഇപ്പോൾ ADGPയുടെ റിപ്പോർട്ടായി പുറത്തുവരുന്നത്. കാലാവസ്ഥ മോശമായതിനെ തുടർന്നാണ് ഹെലികോപ്റ്റർ എത്തിയതെന്നായിരുന്നു കോസ്റ്റ് ഗാർഡ് നൽകിയ വിശദീകരണവും മറ്റും. പൈലറ്റുമാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തണമെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ഇപ്പോൾ ADGP ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കോടതി ഇത് ഗൗരവതരമായി കണ്ടിട്ടുണ്ട്. ദേവസ്വം ബെഞ്ച് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കേണ്ട. ശശിനാരായണൻ, കോസ്റ്റ് ഗാർഡിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലം, അവർക്കൊരു നിയന്ത്രണമില്ലാത്ത ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പറക്കുക, നേരത്തെ ചിത്രങ്ങളടക്കം പകർത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഇത് പോലീസ് കാര്യമായി തന്നെ വിഷയം ഗൗരവമായി എടുത്തിട്ടുണ്ടല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി ഗൗരവമായിട്ടാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണങ്ങളൊന്നും തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല. അതിന് കാരണം പറയുന്ന പ്രധാനപ്പെട്ട കാരണം, ഈ കോസ്റ്റ് ഗാർഡിന് അവിടെ എത്തേണ്ട സാഹചര്യങ്ങൾ നിലവിൽ ഒന്നുമില്ല. ആ ഹെലികോപ്റ്റർ അവിടെ പറക്കുന്ന സമയത്ത് ശബരിമല അടക്കമുള്ള മേഖലകൾ സുരക്ഷാ മേഖലയാണ്. അതായത് നിലയ്ക്കലും ശബരിമലയും പമ്പ അടക്കമുള്ള മേഖലകൾ സുരക്ഷാ മേഖലയായിട്ടാണ് പരിഗണിക്കുന്നതും അത്തരത്തിലാണ് ഒരു പ്രദേശം കൂടിയാണ്. അവിടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ വന്നത് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ദിശ മാറി വന്നതാണെന്നാണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് ആ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ADGP ശ്രീജിത്ത് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അതിൽ പ്രധാനമായും ഈ പൈലറ്റുമാരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തണമെന്ന് പറയുന്നു. ഒപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അതിന്റെ വിശദീകരണം തേടണമെന്ന് കൂടി പറയുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായോ എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കമുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നിർദ്ദേശം കൂടി വെച്ചിരിക്കുന്നത്. ഗുരുതരമായ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, സുരക്ഷാ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ശബരിമലയില് വ്യാഴാഴ്ച 11 മണിക്കാണ് ഈ ഹെലികോപ്റ്റർ ചിത്രത്തിൽ താഴ്ന്ന സന്നിധാനത്തിന് മുകളിൽ ക്ഷേത്രത്തിന് മുകളിലൂടെ 5 മീറ്ററിന് അടുത്തുകൂടി കൊടിമരത്തിന്റെ തൊട്ടടുത്തുകൂടി 4 പ്രാവശ്യം വട്ടമിട്ട് ഈ ഹെലികോപ്റ്റർ പറക്കുന്ന കാര്യമുണ്ടായി. ചിത്രങ്ങൾ അതിലുള്ളവർ എടുത്തു എന്നുള്ളതാണ് സുരക്ഷാ ജീവനക്കാർ സന്നിധാനത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്ററിന്റെ ചിത്രങ്ങൾ കൂടി സുരക്ഷാ ജീവനക്കാർ എടുത്തിട്ടുണ്ട്. എന്തായാലും അതീവ സുരക്ഷാ മേഖല എന്ന രീതിയിലാണ് പെരിയാർ ടൈഗർ റിസർവ് കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തെ അടക്കമുള്ള കാര്യങ്ങൾ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡ് ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ദിശ മാറി സഞ്ചരിച്ച് അവിടെ എത്തി എന്നുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഗൗരവമായ വീഴ്ച ഉണ്ടായി. കാരണം പമ്പ, നിലയ്ക്കൽ, സന്നിധാനം ഇവിടങ്ങളിലെല്ലാം സാധാരണ ഡ്രോണുകൾ പറത്താൻ പോലും അനുമതി നൽകാറില്ല. നിലയ്ക്കലിൽ VIPs വന്നാൽ കാറിൽ പമ്പയിലെത്തിയതിനു ശേഷം പിന്നീട് നടന്നാണ് സന്നിധാനത്ത്. അത്തരത്തിൽ വളരെ ഒരു സുരക്ഷാ മേഖലയാണ് സന്നിധാനവും പമ്പയും അടക്കമുള്ള മേഖലകൾ. അവിടെ ഈ കോസ്റ്റ് ഗാർഡ് വളരെ അലക്ഷ്യമായ രീതിയിൽ വന്നു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം അവർ വളരെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണം തൃപ്തികരമല്ല. അതിൽ വിശദമായ ഒരു അന്വേഷണം വേണം. പൈലറ്റുമാരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടിയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പമ്പ പോലീസും ഇക്കാര്യം അറിഞ്ഞു, സന്നിധാനം പോലീസോ പമ്പ പോലീസോ ഇവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ മേഖലയിൽ അതിക്രമിച്ച് കടന്നു എന്നുള്ള കാര്യത്തിൽ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായ ഒരു അന്വേഷണം ഇനി വരാനും സാധ്യതയുണ്ട്. രഞ്ജിത്തെ. ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.